തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തൗബ ഇങ്ങനെ പോയി 27-ാം രാവിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോയിട്ട് അങ്ങ് എല്ലാം അങ്ങ് നേടാന്ന് പറഞ്ഞ് അടക്കാം. 27-ാം രാവിൻ്റെ അന്ന് ആ 80 വർഷം അല്ലെങ്കിൽ 83 വർഷക്കാലം ഇബാദത്ത് ചെയ്ത കൂലി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കവറും ചാക്കുമായിട്ട് നടക്കാം നമ്മൾ, അല്ലേ? ഇവിടെ തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും എനിക്കും അറിയത്തില്ല, നിങ്ങൾക്കും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ ചെയ്ത തൗബകളുടെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മളൊക്കെ എന്താ കാണിക്കണേന്ന് നമ്മൾ തൗബ ചെയ്യുന്ന കാണുമ്പോൾ ശൈത്താൻ ഇങ്ങനെ ചിരിക്കുക. സാധാരണ ഒരാൾ തൗബ ചെയ്യുമ്പോൾ ശൈത്താൻ കരയുന്ന, പക്ഷെ നമ്മുടെ തൗബ കേൾക്കുമ്പോൾ ഇവൻ കാണിക്കണ കോമഡി കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കണ പോലെ ഇബ്ലീസിന് പോലും ചിരി വരികയാണ്. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാനൊരു ചെറുപ്പക്കാരന്റെ തൗബ പറഞ്ഞുതരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാദിമായി നടക്കുന്ന സഹാബിയാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. ഒരിക്കൽ നബി തങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ചെറുപ്പക്കാരനെ പറഞ്ഞു വിട്ടു. അങ്ങനെ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ ഒരു വീടിന്റെ പരിസരത്തുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ട്. ഒരു സുന്ദരിയായ പെണ്ണ് നിന്ന് കുളിക്കുന്നുണ്ട്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് അങ്ങ് നോക്കി. കുറെ കഴിഞ്ഞപ്പോഴാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന് തോന്നിയത്, പടച്ചോനെ ഞാൻ ചെയ്യണത് എന്താ? പാവമില്ലല്ല, എന്താ ഞാൻ ചെയ്തേ? ഒരു പെണ്ണ് കുളിക്കുന്നത് ഞാൻ കണ്ടല്ലോ അല്ലാ, ഇത് വ്യഭിചാരമാണല്ലോ അല്ലാ. റഹ്മാനായ അല്ലാ, ഇനി ഈ കണ്ണുകൊണ്ട് ഞാൻ നബിതങ്ങളുടെ മുമ്പിൽ എങ്ങനെ പോകും? ഈ പെണ്ണിന്റെ ഔറത്ത് കണ്ട ഞാൻ ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെ നബിതങ്ങളെ നോക്കും? അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ കടന്നു പോകും? ഞാൻ പാവിയ, ഞാൻ വ്യഭിചാരിയ. ഒരൊറ്റ ഓട്ടം സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. പിന്നെ ആരും കണ്ടിട്ടില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓടുകയാ. പടുത്തു കിടക്കുന്ന മലരാരണ്യത്തിലൂടെ, മലഞ്ചെരിവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കുകയാ. ഞാൻ നരകത്തില, ഞാൻ നരകത്തിന്റെ വിറകുകൊള്ളിയ. ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്ത് ഭക്ഷണമില്ല, പാനീയമില്ല, ഇങ്ങനെ നടക്കാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴ്ചകൾ കഴിഞ്ഞു, 40 ദിവസം കഴിഞ്ഞു. ആ ചെറുപ്പക്കാരൻ ആരും കണ്ടിട്ടില്ല. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്ത് ഇങ്ങനെ മലഞ്ചെരിവിലൂടെ നടക്കുകയാ. 40 ദിവസം കഴിഞ്ഞപ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ദാ വരുന്നു മുഖറബുൽ അംലാഖു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അതാം നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ, ആ ചെറുപ്പക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയണേ നബിയേ. ആരാവെന്ന് പറയുന്നത് ജിബ്രീലാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിടുകയാണ്, ആ ചെറുപ്പക്കാരന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാറ്. അപ്പൊ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാകുമടോ? 40 ദിവസം മലഞ്ചെരിവിലൂടെ കരഞ്ഞ് നടക്കുകയാണ്. പടുത്തു കിടക്കുന്ന മണ്ണുവാരി ശരീരത്തിലിട്ട് നിലവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സുബഹിക്ക് പള്ളിയിൽ വന്നു. നിസ്കാരം കഴിഞ്ഞു. നബി തങ്ങൾ ചോദിക്കുന്നു, സഹാബാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എവിടെ? സഹാബാ, യാ റസൂലല്ലാഹ്, കാണാനില്ല നബിയേ. എവിടെ പോയെന്നറിയില്ല നബിയേ. 1 മാസം കഴിഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു 2 സ്വഹാബികളെ വിളിക്കുകയാണ്. എവിടെയുണ്ടെങ്കിലും എന്റെ മുമ്പിൽ കൊണ്ടുവരണം. സഅലബ എവിടെയുണ്ടെങ്കിലും വിളിച്ചു കൊണ്ടുവരാൻ നബി തങ്ങൾ 2 സ്വഹാബത്തിനെ പറഞ്ഞു വിടുകയാണ്. ഉമർ തങ്ങളും സൽമാൻ തങ്ങളും തിരഞ്ഞു നടക്കുകയാണ്. പടച്ചവനെ, രാവിലെ സുബഹി കഴിഞ്ഞ് അതാ അന്വേഷിക്കുകയാണ്. ദുഹറിന്റെ സമയം കഴിഞ്ഞു, എവിടെയാണെന്നറിയില്ല. അവര് മലഞ്ചെരിവിലൂടെ പല വീടുകളും പല പ്രദേശങ്ങളും നടക്കുകയാണ്. അവസാനം ഉച്ച കഴിഞ്ഞപ്പോ 2 പേരും ഒരു മലഞ്ചെരിവിന്റെ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാട്ടിടയനായ മനുഷ്യൻ വരികയാണ്. ഉമർ തങ്ങൾ ചോദിക്കുന്നു, മനുഷ്യ, നരകത്തെ ഭയന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആടുമായിട്ട് പല മലഞ്ചെരിവിലും പോകുന്ന ആളാണല്ലോ. ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞു, ഉമറേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആണോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം എന്റെ ആടുകളുമായി വെള്ളമെടുക്കാൻ ഞാനൊരു മലഞ്ചെരിവിലേക്ക് ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. മണ്ണുവാരി തലയിലിടുന്നുണ്ട്. നരകത്തിലാ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്ന ഭാഗത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളെ തിരയുന്ന ചെറുപ്പക്കാരൻ അവനായിരിക്കാം. ആട്ടിടയന് പറഞ്ഞു കൊടുത്ത അടയാളം വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു 2 പേരും കൂടെ ആ മലഞ്ചെരിവിന്റെ ഭാഗത്ത് ചെല്ലുമ്പോ അതാ മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ചു കൊണ്ടിറങ്ങി വരികയാണ്. വസ്ത്രമെല്ലാം കീറിപ്പറഞ്ഞ് എല്ലും തോലുമായി. പടച്ചവനെ, മുടിയൊക്കെ ജടപിടിച്ചു പോയ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ മലഞ്ചെരിവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പടുത്തു കിടക്കുന്ന മണലിൽ കിടന്ന് ഉരുളുകയാ. മണ്ണുവാരി ശരീരത്തിലിടുകയാ. തെറ്റു ചെയ്തു പോയല്ല റബ്ബേ, നരകത്തിലാണല്ലോ അല്ലാ. മരിച്ചാ മതിയായിരുന്നു
റബ്ബേ, പഴുത്ത് കിടക്കുന്ന മണ്ണുവാരി ശരീരത്തിലിട്ടിട്ട് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കിടന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഉമർ തങ്ങൾ വിളിക്കുന്നു, സഅലബാ, എന്തു കോലമാണ് സഅലബാ, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിളിക്കുന്നു സഅലബാ. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അങ്ങനെ വിളിക്കുകയാണ്, ഞാൻ വരൂല, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഞാൻ വരൂല, ഞാൻ പാപിയാണ്, ഞാൻ പാപിയാണ്, ഞാൻ മുത്തുനബിയുടെ മുമ്പിൽ വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, നബി തങ്ങൾ വിളിക്കുന്നു സഅലബാ. അവിടെന്ന് പറഞ്ഞു, എന്റെ കാലിൽ കയറ് കെട്ടിയിട്ട് എന്നെ നിങ്ങൾ ഈ കിടക്കുന്ന മണ്ണിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോക്കോ, അല്ലാതെ ഞാൻ വരൂല. ഉമർ തങ്ങൾ പറഞ്ഞു, പറ്റൂല. അവസാനം പടച്ചവര് കൊണ്ടുപോകുമെന്ന് സഅലബയ്ക്ക് മനസ്സിലായപ്പോ സഅലബ പറഞ്ഞു, എന്നെ നിസ്കരിക്കുമ്പോ വേണം കൊണ്ടുപോകാൻ, എന്നെ നിസ്കരിക്കുമ്പോ വേണം കൊണ്ടുപോകാൻ, അല്ലാതെ എന്നെ കൊണ്ടുപോകരുത്. അങ്ങനെ ഉമർ തങ്ങൾ അംഗീകരിക്കുകയാണ്. പടച്ചവരെ, നമസ്കാരം നടക്കുന്ന സമയത്താണ് പള്ളിയിലേക്ക് കടന്നു വന്നത്. എല്ലാവരും ഒതുപെടുത്തിട്ട് നിസ്കരിക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഓതുന്ന സൂറത്ത് ഏതെന്നറിയുമോ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അല്ലാഹുവിന്റെ റസൂൽ ആയത്ത് ഓതുന്നത് കേട്ടപ്പോ സഅലബ പിടഞ്ഞ് താഴേക്ക് വീഴുകയാ, സഅലബ പിടഞ്ഞ് താഴേക്ക് വീഴുകയാ. പടച്ചവനെ, അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു, അവിടുന്ന് നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സഅലബയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅലബാ, അല്ലാഹു പുറത്തിരിക്കുന്നു സഅലബാ, ഇതെന്തോ കോലമാണ് സഅലബാ, വീട്ടുകാര് തിരഞ്ഞു നടക്കുകയാണ് സഅലബാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടം തോന്നിയടോ. അതുപോലെ എല്ലും തോലുമായിരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, സഅലബയെ വീട്ടിൽ കൊണ്ടുപോകാറ്, അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു സഅലബാ, നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു സഅലബാ. നബി തങ്ങൾ അവിടെ നിന്ന് സഹാബത്തിനോട് പറഞ്ഞു വീട്ടിൽ കൊണ്ടുവിടാറ്. വാപ്പാ, 8 ദിവസം കഴിഞ്ഞപ്പോ അതാ വരുന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ ചാരത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. മുത്തുനബിയേ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ നബിയേ, കരച്ചലാ നബിയേ, രാവും പകലും കരച്ചലാണ്, ഭക്ഷണം കഴിക്കാറില്ല, ഉറങ്ങാറില്ല. ഈ 8 ദിവസമായിട്ടും കരച്ചലാ നബിയേ, തെറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നരകത്തിലാണെന്ന് പറഞ്ഞിട്ട് നിലവിളിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ കടന്നു ചെല്ലുമ്പോ പടച്ചവനെ, മുത്തുനബിക്ക് മനസ്സിലായി സക്കറാത്തിന്റെ അവസ്ഥയിലാ, മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. അല്ലാഹുവിന്റെ പ്രവാചകൻ എടുത്തുപോയി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ ആ ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് മുത്തുനബി തന്റെ മടിയിൽ വെക്കുകയാണ്. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിന്റെ തലയെടുത്തിട്ട് നബി തങ്ങൾ തന്റെ മടിയിലേക്ക് വെക്കുമ്പോ ആ തലയങ്ങ് വലിക്കുകയാണ്. നബി തങ്ങളുടെ മടിയിൽ നിന്ന് തല വലിച്ച് താഴെ ഇടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ, ഇഷ്ടമായില്ലേ സഅലബാ? ഏതൊരു മനുഷ്യനും കൊതിക്കുമല്ലോ എന്റെ മടിയിലൊന്ന് തലവെക്കാർ, എന്റെ മടിയിൽ കിടന്നൊന്ന് മരിക്കാർ. ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ. നീ എന്തേ തലവലിക്കുന്നത്, നീ എന്തേ തലവലിക്കുന്നത്? സഅലബ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല നബിയേ, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നബിയേ, അങ്ങയുടെ മടിയിൽ കിടന്നു മരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് വല്ലാത്ത മോഹമുണ്ട്. പിന്നെ എന്തിനാ നീ തലവലിച്ചത്? നബി തങ്ങൾ ചോദിക്കുന്നു, എന്തിനാണ് നീ തലവലിച്ചത്? യാ റസൂലല്ലാഹ്, എനിക്കതിനുള്ള അർഹതയില്ല നബിയേ, എനിക്കതിനുള്ള യോഗ്യതയില്ല നബിയേ, ഞാൻ പാപിയാ നബിയേ, ഞാൻ പാപിയാ നബിയേ, ഞാൻ നരകത്തിന്റെ അവകാശിയാ നബിയേ. ഈ മണ്ണിൽ കിടന്നു മരിക്കുമ്പോ അല്ലാഹു എന്നോട് കരുണ കാണിച്ചാലോ, ഞാൻ അത്രയും വലിയ പാപിയാണ്. മുത്തുനബിയുടെ മുമ്പിൽ കിടന്ന് കരയുമ്പോ ഈ വാഴകൾ കാമന്നിരിക്കുന്ന മുസ്ലിമേ, സഅലബ കള്ളു കുടിച്ചതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ശിർക്ക് ചെയ്തതിന്റെ പേരിലല്ല, ഏതെങ്കിലും കൊടും അപരാധം ചെയ്തതിന്റെ പേരിലല്ല, വഴിയിലൂടെ നടന്നു പോകുമ്പോ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണിന്റെ ഔറത്തൊന്നും അറിയാതെ നോക്കിപ്പോയതിന്റെ പേരിൽ, ഒന്ന് കണ്ടുപോയതിന്റെ പേരിൽ 48 ദിവസം നിലവിളിച്ചിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പൊട്ടിക്കരന്ന് തൗബ ചെയ്തിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ലോകത്തോട് വിട പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, ഞാനും നിങ്ങളും എത്ര വലിയ പാപം ചെയ്യുന്നവരാ, എന്നിട്ട് നമുക്ക് പേടിയില്ലടോ. മൂക്കിന്റെ മുകളിൽ ഇരിക്കുന്ന ഈച്ചയെ പായിച്ചു കളയുന്നത് പോലെ പാപം ചെയ്തിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. ചെറുപ്പക്കാരാ,
50ഉം 60ഉം വയസ്സുള്ള നിന്റെ വാപ്പ ഒരു വീടി പോലും വലിച്ചിട്ടില്ലടാ. അത് ലഹരിയാണെന്ന് പറഞ്ഞിട്ട് അതുപോലും നിന്റെ ഉപ്പ വലിച്ചിട്ടില്ല. നീ മയക്കുമരുന്നും വലിച്ചിട്ടും ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ അകത്ത് കയറി പോകുന്നവരാ. വയസ്സ് 18ഉം 20ഉം വയസ്സല്ലേ ആയുള്ളൂ. നീ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, നീ കഞ്ചാവ് വലിക്കുന്നില്ല, ഫർദ ധരിച്ച് നടക്കുന്ന പെണ്ണേ. 50 വയസ്സുള്ള നിന്റെ ഉമ്മാടെ ശരീരത്ത് നിന്റെ വാപ്പയല്ലാതെ ഒരാൾ പോലും തൊട്ടിട്ടില്ല. എന്നാൽ എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരോട് നിനക്ക് പറയാ ധൈര്യമുണ്ടോ മോളെ? കാമുകന്റെ കൂടെ പോയി സർവ്വതം കഴിഞ്ഞ് ഫർദയും ധരിച്ച് വീട്ടിൽ വന്ന് സലാം പറഞ്ഞ ഉമ്മാനെ ചുംബനം കൊടുത്ത് പറ്റിച്ചിട്ട് ബെഡ്റൂമിന്റെ അകത്ത് കയറി ഇരുന്നിട്ട് മൊബൈലിലൂടെ അത് പറഞ്ഞു ആസ്വദിക്കുന്ന യുവത്വമേ, മനക്കുത്തെന്ന് പറയുന്ന ഒന്നില്ലേ, മനസാക്ഷി എന്ന് പറയുന്ന ഒന്നില്ലേ? എന്തു പറ്റിയടോ സഹോദരാ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എല്ലാത്തിനും ഒരു അവസാനം വേണം. എന്തിനും ഒരു അവസാനമുണ്ടോ? ഓരോ പ്രാവശ്യം രക്ഷപ്പെടുന്നത് നിന്റെ കഴിവാടെന്ന് കരുതണ്ട. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നഷ്ടപ്പെട്ടാൽ അത് മോശമായ ഒരാൾക്കല്ലാതെ നഷ്ടപ്പെടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അല്ലാഹു തന്ന അവസരമാണ്. കരയണോ, പൊട്ടിക്കരയണോ, ദുആ ചെയ്യണോ, തൗബ ചെയ്യണോ, എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പറയേണ്ടതുപോലെ പറ. നിന്റെ റബ്ബാരാണെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ, 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവരാ നിന്റെ അല്ലാഹ്. പെൺമക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ ആ കാട്ടറബികൾക്ക് പുറത്തു കൊടുത്തവരാ അല്ലാഹ്. ഒരു പേടിയും വേണ്ട. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. ഈ ആയത്ത് മതിയടോ. പാപം ചെയ്തവന് വേറെ ഒന്നും വേണ്ടടോ. ഈ ആയത്ത് മതി. അല്ലാഹ് പറഞ്ഞതാണ്. ഈ ആയത്ത് പറഞ്ഞിട്ട് റബ്ബിനോട് പറയണം, അല്ലാഹ് പറ്റിപ്പോയതാ പടച്ചവരെ, ജീവിതത്തിൽ സംഭവിച്ചു പോയി തമ്പുരാരെ, ഒരവസരം താ അല്ലാഹ്, എനിക്കൊരവസരം താ അല്ലാഹ് എന്ന് പടച്ചവരോട് പറഞ്ഞാ പുറത്തു തരുന്നവനാ നിന്റെ അല്ലാഹ്. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെള്ളിവിട്ടു ചാദിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ.